നമ്മുടെ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വർഗീസ് ജോസഫ് എന്ന ധീര ജവാന്റെ കുടുംബത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 ലക്ഷം രൂപയുടെ ചെക്കും സംസ്ഥാന സർക്കാരിന്റെ വക 10 ലക്ഷം രൂപയുടെ ധനസഹായവും ബഹുമാനപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ AK ജോസഫ് അവർകൾ ധീര ജവാന്റെ മകൻ പോളിന് നൽകുന്ന ചടങ്ങാണ്. അതിനായി ശ്രീ പോളി വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നീ വലിയൊരു നിലയിലെത്തി കാണണമെന്ന്. അവസാനമായിട്ട് വിളിച്ചപ്പോഴും നിന്നെ കുറിച്ച് അമ്മച്ചിയോട് പറഞ്ഞത്. മരണം വരെ സത്യത്തിന് നീതിക്ക് നിരക്കാത്ത ഒരു കാര്യം നിന്റെ അപ്പച്ചൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ഈ പൈസ നിന്റെ അപ്പച്ചന്റെ ജീവന്റെ വിലയാ. അമ്മ ഒരു കാര്യം പറഞ്ഞ മോനത് തട്ടിക്കളയരുത്. ഈ പണം കൊണ്ട് എന്തെങ്കിലും നല്ലൊരു ബിസിനസ് ചെയ്ത് ജീവിച്ചോളാന്ന് നീ അമ്മയ്ക്ക് വാക്ക് തരണം. അതിനിപ്പോൾ രാഷ്ട്രീയം വിടണമെന്ന് ആരാ പറഞ്ഞേ? ബിസിനസ് ചെയ്തുകൊണ്ടും പൊതുപ്രവർത്തനം നടത്താലോ? അതെ, രാഷ്ട്രീയം തന്നെ നല്ലൊരു ബിസിനസ് അല്ലേ സഖാവേ? അത് ഗംഗാധരേട്ടൻ പറഞ്ഞാൽ ശരി. പല രാഷ്ട്രീയ നേതാക്കന്മാരും വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ പങ്കാളിത്തമുള്ളവരോ ബിനാമി പേരുകളിൽ ബിസിനസ് നടത്തുന്നവരാണ്. പിന്നെ നിനക്ക് അങ്ങനെ ആയാലെന്താ കുഴപ്പം? അതൊക്കെ കോടികളുടെ ഇടപാടാ. ഞാൻ ഈ 30 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാ? ആ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു ബിസിനസ് വേണ്ടേ? നമുക്ക് അപ്പച്ചന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പട്ടാളപ്പടം പിടിച്ചാലോ? 30 ലക്ഷത്തിന് നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും? എടാ, അതിനല്ലേ സാറ്റലൈറ്റ്. ആൾക്കാരൊക്കെ കയ്യിൽ കാശുണ്ടായിട്ടാണോ പടം പിടിക്കുന്നത്? എടാ, പട്ടാളപ്പടം മാത്രം എടുത്ത് വിജയിപ്പിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടല്ലോ. എന്താ അയാളുടെ പേര്? ക്യാപ്റ്റൻ പ്രഭാകർ. ആ, നമുക്ക് അയാളെ വെച്ചൊരു പടം പിടിക്കാടാ. പട്ടാള സിനിമയാണെങ്കിൽ ലാലേട്ടനാട്ടോ കറക്റ്റ്. ആഹാ, അതെന്താ മമ്മൂക്ക് ഏതാ പൊളിക്കോ? സൈന്യം, നായർ സാബ്, അങ്ങനെ എത്ര പട്ടാളപ്പടങ്ങൾ മമ്മൂക്ക് തകർത്ത് അഭിനയിച്ചത്? എടാ, കീർത്തി ചക്രയിലും കുരുക്ഷേത്രയിലൊക്കെ ലാലേട്ടൻ ഇങ്ങനെ പട്ടാള പക്ഷെ കാസറിയിരിക്കല്ലേ. പോരാത്തതിന് ലെഫ്റ്റനന്റ് കേണലും. പക്ഷെ മമ്മൂക്ക് രണ്ടാളൊന്നും നിർത്തുന്നുണ്ടോ? ഇത് ഫാൻസ് അസോസിയേഷന്റെ ഓഫീസല്ല, പാർട്ടി ഓഫീസാ. എന്റെ അഭിപ്രായത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു ബിസിനസ് ആവണം നീ ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പൊ എന്ത് ബിസിനസ്സാ ഉള്ളത്? നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അത് പെൺവാണിഭവും സ്ത്രീപീഡനവും അല്ല, അതിനേക്കാളൊക്കെ രൂക്ഷമായ പ്രശ്നമാണ് കർഷകാത്മഹത്യ. 80% കർഷകരുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണ് വർഷം തോറും ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്. ലോൺ എടുത്തും മറ്റും കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് വിപണിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകർച്ച താങ്ങാൻ പറ്റാത്തതാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. അതും ബിസിനസ്സും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. നമ്മളെ കർഷകർ കൃഷി ചെയ്യണ നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ സംഭരിച്ച് സംസ്കരിച്ച് സൂക്ഷിക്കാൻ കഴിയാത്തതാണ് കിട്ടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവരെ നിർബന്ധിതരാക്കണത്. കർഷകരുടെ കയ്യിൽ നിന്ന് ചുളു വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിക്കണ ഇടനിലക്കാരോ കൊള്ള ലാഭം ഉണ്ടാക്കുകയും ചെയ്യണു. ആ ബെസ്റ്റ്. തേങ്ങയും കുരുമുളകും ഉണക്കാനാണെങ്കിൽ പിന്നെ സഖാവിന്റെ അങ്ങ് ചെയ്താൽ മതി. ബക്കറെ, അങ്ങനെ പറയാൻ വരട്ടെ. സഖാവ് പറഞ്ഞാലും കാര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെ പറ്റിയൊരു സ്ഥലം വേണ്ടേ? ഉണ്ട്, സ്ഥലമുണ്ട്. നമ്മുടെ 2ാം വാർഡിലെ തൊഴിലാളി സമരം കാരണം പൂട്ടിക്കിടക്കുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനി ഇല്ലേ, അതും അതിനോട് ചേർന്ന് കിടക്കുന്ന 2.5 ഏക്കർ പാടും വലിയ വിലയൊന്നും കൊടുക്കാതെ അത് കിട്ടുകയും ചെയ്യും. ദാക്ഷായണി ബിസ്ക്കറ്റ്സ്. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.